ഹലോ ഡിയേഴ്സ്, പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോഴേക്കും ലിംഗം സോഫ്റ്റ് ആയിട്ട് പോകുന്നു, ശരിയായ രീതിയിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്നില്ല, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. സോറി കേട്ടോ, അത് ഇച്ചിരി വലുതായിപ്പോയി, ചെറുത് കിട്ടിയില്ല, ഫ്രിഡ്ജ് നോക്കിയപ്പോൾ ഇതാ കിട്ടിയുള്ളൂ. അപ്പം നോക്കാം നമുക്ക് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള മെത്തേഡ് എന്തൊക്കെയാണെന്ന്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലിംഗം എത്ര തവണ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടാലും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി സഹായിക്കും. അതിന് മുമ്പ് നമ്മളെ വ്യൂവേഴ്സിൽ തന്നെ പലരും പറഞ്ഞ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്ട്. മാൻഷുവറിൻ്റെ മസാജ് ഓയിൽ അല്ലേ, ലിംഗത്തിൽ പുരട്ടുന്നത്. നിങ്ങളുടെ ശരിയായ രീതിയിൽ നല്ലൊരു ഉദാഹരണം കിട്ടാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഒക്കെ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടും ഒരുപാട് 100% നാച്ചുറലായിട്ടുള്ള ഒരുപാട് ഹെർബ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഓയിൽ. ഷിഗോപാൽ ഓയിൽ, ക്ലോവ് ഓയിൽ, ജയ്പാൽ, കേസർ, ശിലാജിത്ത്, അശ്വഗന്ധ ഇവയൊക്കെ ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ ഓയിലാണ്. ബെഡിൽ നിങ്ങൾക്ക് കൂടുതൽ നേരമൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാനൊക്കെ ഇത് സഹായിക്കും. അത് മാത്രമല്ല, ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരു 10 ഡ്രോപ്സ് എടുക്കുക, എന്നിട്ട് അത് നിങ്ങളുടെ ലിംഗത്തിൽ മസാജ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ലൈംഗികബന്ധത്തിന് അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് വേണമെന്നില്ല, അല്ലാണ്ട് വേണേലും മസാജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ്. ഇപ്പോൾ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല റിസൾട്ട് ഉള്ളതാണ് കേട്ടോ. മാത്രമല്ല GMB ISO സർട്ടിഫൈഡ് ഒക്കെയാണ്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ ഫ്രീ കൺസൾട്ടേഷൻ മൻഷൂർ തരുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള ലിങ്കും ഈ ഓയിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലിംഗം നല്ല സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സയൻറ്റിഫിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ള ഈസി റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഡയറ്റിലാണ്. 2018 നടത്തിയിട്ടുള്ള ആൻഡ്രോളജി നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ 18 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ള പുരുഷന്മാരിൽ ഡയറ്ററി ഫ്ലാവനോയിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള, അതായത് അത് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും കോഫിയിലും ടീയിലൊക്കെ അടങ്ങിയിട്ടുള്ള കണ്ടന്റാണ്. ഇതൊക്കെ നന്നായിട്ട് കഴിക്കുന്നവരിൽ ഉദാഹരണം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഡോക്ടർ ഫോസ്റ്ററിൻ്റെ അഭിപ്രായത്തിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള മീറ്റ്, ഫിഷ് ഇതൊക്കെ കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉദാഹരണമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. L-arginine, അത് അമിനോസിഡൊക്കെ നിങ്ങളുടെ ബ്ലഡ് വെസൽസ് ഒക്കെ നല്ല റിലാക്സ് ആക്കാനും നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഒക്കെ എത്തിക്കാനും ലിംഗത്തിലേക്ക് നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഒക്കെ എത്തിക്കാൻ വേണ്ടി സഹായിക്കുമെന്നാണ് പറയുന്നത്. അതിന് നിങ്ങൾ ഹൃദയത്തിനോട് അത് ഹാർട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കണം. ഓൾ ഗ്രെയിൻസ്, ലീൻ മീറ്റുകൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ്, ഒലിവ് ഓയിൽ ഇങ്ങനെയുള്ള ഹൃദയത്തിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഫുഡുകൾ കഴിക്കുക. അതുപോലെ എക്സസൈസ്, നിങ്ങളുടെ മസിൽ ആവശ്യമാണ് ശരിയായ രീതിയിലുള്ള നല്ലൊരു ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലേ. അതിൻ്റെ ടൂണും അല്ലെങ്കിൽ സ്ട്രെങ്തൊക്കെ നഷ്ടപ്പെടുമ്പോൾ ശരിയായ രീതിയിലുള്ള ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പോൾ ഈ പെൽവിക് ഫ്ലോർ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയുള്ള എക്സസൈസൊക്കെ തിരഞ്ഞെടുത്തും ചെയ്യുന്ന അവിടുത്തെ മസിൽസൊക്കെ സ്ട്രോങ് ആക്കാനും ഉദാഹരണമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ 2018 നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ ഒരു 10 സ്റ്റഡീസിൻ്റെ റിവ്യൂ എടുത്ത് നോക്കുമ്പോൾ അതിൽ പറയുന്നത് എയറോബിക് എക്സസൈസ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നവർ നന്നായിട്ട് ഹാർട്ട് ബീറ്റ് കൂടൂല്ലേ, ഹാർട്ട് ബീറ്റ് കൂടിയിട്ട് ബ്ലഡ് ഫ്ലോ ഒക്കെ നന്നായിട്ട് ഉണ്ടാവില്ല, അങ്ങനെയുള്ളവരിൽ നന്നായിട്ട് ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ സ്ട്രെസ് ആങ്സൈറ്റി ഉള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഓർത്തോ, നിങ്ങളുടെ ലിംഗം സോഫ്റ്റ് ആയി പോകും. കാരണം നിങ്ങൾക്ക് സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ഉദാഹരണം കിട്ടുകയില്ല. അപ്പോൾ ദിവസവും 20 തൊട്ട് 30 മിനിറ്റൊക്കെ നടക്കുന്നവരിൽ സ്ട്രെസ് ഹോർമോൺ കുറയുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇഷ്ടമില്ലാത്ത നിങ്ങൾക്ക് സ്ട്രെസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് കുറച്ച് ബ്രേക്ക് എടുക്കുക, യാത്രയൊക്കെ അങ്ങ് പോവുക, സ്ട്രെസ് ഫ്രീ ആവുക. അതായത് ഫിസിക്കൽ ഹെൽത്തിന് മാത്രമല്ല മെൻ്റൽ ഹെൽത്തും അടിപൊളിയായിരിക്കണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രെയിൻ തന്നെയാണ് ലൈംഗികത ശരിക്കും കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ മെൻ്റൽ ഹെൽത്ത് അടിപൊളിയായിട്ടുണ്ടെങ്കിൽ മാത്രമേ ശരിയായ രീതിയിലുള്ള ഉദാഹരണം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉറക്കം അത്യാവശ്യമാണ് നല്ലൊരു സ്ട്രോങ് ഉദാഹരണത്തിന്. കാരണം എന്താ പൂർ സ്ലീപ്പ് വരുമ്പോൾ അത് ലിംഗം സോഫ്റ്റ് ആകും. മാത്രമല്ല അവരുടെ പുരുഷ ഹോർമോൺ ഡ്രോപ്പ് ആവുന്നുണ്ട്, അതിലൂടെ ശരിയായ രീതിയിലുള്ള ഉദാഹരണമൊന്നും അവർക്ക് കിട്ടത്തില്ല. നല്ലൊരു ഉറക്കം, ഒരു 7-8 മണിക്കൂർ നല്ല രീതിയിലൊന്ന് ഉറങ്ങാൻ വേണ്ടി എല്ലാ ദിവസവും ശ്രമിക്കും. ഓക്കെ, കഴിഞ്ഞ ദിവസം ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ, മദ്യപാനം. ശരിയായ രീതിയിൽ ഉദാഹരണം താഴെ നടക്കണമെങ്കിൽ ബ്രെയിനിൽ മുകളിൽ ശരിയായ രീതിയിൽ കെമിക്കൽസ് അവിടെ എത്തിയിട്ട് ഉദാഹരണത്തിന് വേണ്ടിയിട്ടുള്ള അത്രയും ബ്ലഡ് അങ്ങോട്ട് എത്തിക്കാനുള്ള ഇൻഫർമേഷൻ കൊടുക്കണം അല്ലേ. എന്നാൽ ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നതിനെ നമ്മുടെ ആൽക്കഹോൾ തടയുന്നുണ്ട്. അതുവഴി എന്താ ശരിയായ രീതിയിൽ ഉദാഹരണമൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെത്തും. അതുപോലെ തന്നെ സ്മോക്കിങ്ങിനും ഇത് തന്നെ സംഭവിക്കുന്നു. എന്താണ്, നെർവ്സൊക്കെ ഡാമേജ് ആവുകയും ശരിയായ രീതിയിലുള്ള ബ്ലഡ് ഫ്ലോ ഒന്നും ലിംഗത്തിലേക്ക് എത്താതെ വരികയും ചെയ്യുന്നു.
അതിലൂടെ അവർക്ക് ഉദ്ധാരണശേഷി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇത് രണ്ടും ഒഴിവാക്കണം കേട്ടോ. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഉദ്ധാരണം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഹെൽത്തി ആണോ, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉദ്ധാരണം ഉണ്ടായിരിക്കും. നിങ്ങൾ അൺഹെൽത്തി ആണോ, ശരിയായ രീതിയിലുള്ള ഉദ്ധാരണം ഉണ്ടാവില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കാണിക്കുക. എന്താണ് പ്രശ്നം? ചിലപ്പോൾ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ശരിയായ രീതിയിൽ ഉദ്ധാരണം നടക്കാത്തുണ്ടാവുക. ഇത് ലൈംഗിക പ്രശ്നമല്ലേ, ഇത് കാണിക്കാൻ മോശമല്ലേ, അങ്ങനെയുള്ള രീതി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉള്ളപ്പോൾ ആയിരിക്കും ഇത് ലക്ഷണമായിട്ട് കാണിക്കുക. അതുകൊണ്ട് ഉറപ്പായിട്ട് ഒരു ഡോക്ടറെ കാണിക്കുകയും വേണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.